ശ്രീ സന്ദീപ് വാര്യർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഏതായാലും സംസ്ഥാന സുപ്രീം കോടതിയിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. പെൻഷനും ആനുകൂല്യങ്ങളും ഒന്നും നൽകാൻ പണമില്ല, ശമ്പളം നൽകാനുള്ള പണമുണ്ടായിരുന്നു, അത് തന്നെ ഘട്ടം ഘട്ടമായി ഇപ്പോൾ കൊടുത്തു തീർത്തിരിക്കുന്നു. ഇനി ഒന്നിനും പണമില്ല എന്ന് സുപ്രീം കോടതിയിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം തന്നെ ദൂർത്തിന് മറുവശത്ത് ഒരു കുറവുമില്ല. നമുക്കറിയാം, നവകേരളം, അതുപോലെ മുഖാമുഖം, കേരളീയം, ഇതിൻ്റെ മറവിലൊക്കെ വലിയ ദൂർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഈ സമയത്ത് തന്നെയാണ് വീണ്ടും സുപ്രീം കോടതിയിൽ ഇത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? നോക്കൂ, ഇതിന് സമാനമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആണ് മുൻപ് KSRTCയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് ആണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും എന്നാണ് കേരളത്തിന്റെ ഹൈക്കോടതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിന്റെ സാമ്പത്തിക ദുരന്തത്തിന്റെ നേർചിത്രം ഇന്ന് സുപ്രീം കോടതിയിലുള്ള കേസിൽ കേരളത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത് കേരളത്തിന്റെ പരിതാപകരമായിട്ടുള്ള നിലയെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായി കേരളം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് വലിയ തോതിൽ കടം വാങ്ങി കേരളം വലിയ കടക്കണിയിലേക്ക് പോയിരിക്കുന്നു. മറുവശത്ത് കടം തിരിച്ചടയ്ക്കാൻ അവസ്ഥയുണ്ടാകുന്നു. കേരളത്തിന് പുതുതായി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളൊന്നും തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല. നിക്ഷേപം വരുന്നില്ല. കേരളത്തിന്റെ ടാക്സ് ബേസ് വർദ്ധിക്കുന്നില്ല. നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഒന്ന്, നികുതി വരുമാനം ഇപ്പോ വരവ് പലപ്പോഴും കൂടി എന്ന് പറയുന്നു. ഇപ്പൊ GST വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. 20% വരെ GST നികുതി പിരിവിൽ വാർഷിക വർധനവുണ്ടാകുന്നു എന്നാണ് തോമസ് ഐസക് അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും മറുവശത്ത് ചെലവ് എന്ന പേരിൽ വലിയ ചെലവ് കേരളത്തിൽ നടക്കുന്നു. ആ ചെലവ് വാസ്തവത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലോ അതല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളിലോ അല്ല, മറിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത വലിയ കെട്ടിടങ്ങളിലും സാംസ്കാരിക സമുച്ചയങ്ങളിലും ഒക്കെയായി ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് മാറുന്ന സമയത്ത് കടം വാങ്ങി ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങൾ പണിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് സാധാരണഗതിയിൽ സാമ്പത്തിക മാനേജ്മെന്റ് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ കേരളം ഈ പണത്തിന്റെ ദുരുപയോഗം, കടം വാങ്ങിക്കൊണ്ട് ദുരുപയോഗം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കേരളം വഴിമാറിയത് കൊണ്ടാണ് കേരളം ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ചെന്നിരിക്കുന്നത്. കേരളത്തിന് ആവശ്യമായിട്ടുള്ളത് കേരളത്തിന്റെ ടാക്സ് ബേസ് വർദ്ധിപ്പിക്കുക, നികുതി പിരിവ് ഊർജിതമാക്കുക, നികുതി വരുമാനം കൂടുതലായി ലഭിക്കാൻ വേണ്ട പരിഷ്കരണങ്ങൾ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ നികുതി വർദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ വന്നാൽ മാത്രമേ കേരളത്തിൽ GST അടക്കമുള്ള നികുതി പിരിവിൽ വർധനവുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ സാധാരണ നികുതി പിരിവ് കൊണ്ട്, ഭൂനികുതി അടക്കമുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്നുള്ള നികുതി പിരിവ് കൊണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ കേരളത്തിന്റെ നികുതി വർദ്ധിക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള നയപരിപാടികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് കേരളത്തിലെ പൊതുസമൂഹം മാറേണ്ടതുണ്ട്. കൂടുതൽ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി മാറാൻ കേരളം തയ്യാറായാൽ മാത്രമേ കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ എല്ലാ മേഖലകളെയും കേരളത്തിലെ ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 7-8 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ പുതുതായിട്ട് ഏത് മേഖലയിലാണ് ഒരു 1000 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റില്ല ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത്? നിങ്ങൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പരിശോധിച്ച് നോക്കൂ. BJP ഭരിക്കുന്ന സംസ്ഥാനമൊന്നുമല്ല. പക്ഷെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പോലും കോവിഡാനന്തര കാലത്ത് ചൈനയിൽ നിന്നൊക്കെ വിട്ടുപോന്നിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. കർണാടകയിൽ, തെലങ്കാനയിൽ ഒക്കെ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നപ്പോഴും കേരളത്തിൽ ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ ആരും തയ്യാറാവാത്ത സ്ഥിതിയാണുള്ളത്. അത് കേരളത്തിന്റെ മനോഭാവം മാറിയേ പറ്റൂ. കേരളത്തിലെ സർക്കാരിന്റെ മനോഭാവം മാത്രം മാറിയാൽ പോരാ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനോഭാവം ഇക്കാര്യത്തിൽ മാറേണ്ടതുണ്ട്. അങ്ങനെ കേരളത്തിൽ ധാരാളമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മാത്രമേ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിക്കുകയുള്ളൂ, കേരളത്തിന്റെ ടാക്സ് ബേസ് വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കുകയുള്ളൂ. എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തുകയുള്ളൂ. അങ്ങനെ ഒരു ചലനാത്മകമായിട്ടുള്ള എക്കണോമിയായി കേരളത്തിന്റെ എക്കണോമിയെ മാറ്റാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്, തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അച്യുതമേനോൻ സർക്കാരിന്റെ കാലം മുതൽക്ക് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ വലിയ ഫിനാൻഷ്യൽ സ്ട്രെസ്സിലാണ്. സാമ്പത്തിക സ്ട്രെസ് നേരിടാത്ത ഒരു സംസ്ഥാന സർക്കാർ പോലും ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു ട്രഷറി അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആന്റണിയുടെ കാലഘട്ടത്തിൽ കുറച്ച് നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും, പരിഷ്കരണ നടപടികൾ സ്വീകരിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അടക്കം വലിയ എതിർപ്പുണ്ടായപ്പോൾ അത് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. നമുക്ക് സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇച്ഛാശക്തിയുള്ള ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ 90-91 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വലിയ
പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മുടെ ഫോറിൻ റിസർവ് ഒരാഴ്ചത്തേക്കുള്ളത് പോലും ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ അന്ന് അധികാരത്തിൽ വന്ന സർക്കാർ വലിയ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ, ചില നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ എക്കണോമി തുറന്നു കൊടുക്കപ്പെട്ടതും ഇന്ത്യയിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്നതും രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറിയതും എന്നുള്ളതൊക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ കേരളത്തിൽ അത്തരം ഒരു തുറന്ന മനസ്ഥിതിയോടുകൂടി ഇൻവെസ്റ്റ്മെന്റിനെ സ്വീകരിക്കാനുള്ള, വ്യവസായങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും വന്നിട്ടില്ല, കേരളത്തിലെ പൊതുസമൂഹത്തിനും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ചെലവ്, കേരളത്തിലെ പെൻഷനും ശമ്പളത്തിനും വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വലിയ ചെലവ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. കേരളത്തിന്റെ വരുമാനത്തിൽ ഏറിയ പങ്കും ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ വായ്പ എടുക്കുന്നത് എന്തിനാ? വായ്പ എടുക്കുന്നതും ഇങ്ങനെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നേരത്തെ എടുത്ത കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തികമായ മിസ്മാനേജ്മെന്റ് ലോകത്ത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതുപോലെയുള്ള സാമ്പത്തിക രീതി പിന്തുടർന്ന സംസ്ഥാനങ്ങൾ ഒന്നുള്ളത് ബംഗാൾ, മറ്റൊന്ന് ത്രിപുരയുമായിരുന്നു. ഇടതുപക്ഷ സംസ്ഥാനങ്ങളായിരുന്ന ഈ സംസ്ഥാനങ്ങൾക്കാണ് ഇതുപോലെയുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെ വന്നു ചേർന്നുള്ള ദുരന്തം നമ്മൾ കണ്ടതാണ്. മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ തല്ലുകൂടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങോട്ടൊന്നും കേരളം പോകേണ്ടി വരാത്തത് ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമാണ്, ഭാഗ്യത്തിന് ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമാണ് ഭക്ഷണത്തിന് വേണ്ടി ഇപ്പൊ തെരുവിൽ തല്ലുകൂടുന്ന സാഹചര്യമില്ലാത്തത്, ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാവുന്ന സാഹചര്യമുള്ളത്. അതല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെ ഇൻസുലിൻ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുക്കേണ്ട പാല് പോലും കിട്ടാത്ത സാഹചര്യം ശ്രീലങ്കയിലുണ്ടായി. അതുപോലെ കേരളം മാറാതെ പോയത് ഇത് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ടാണ്. കേരളം ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ തയ്യാറാകണം. മലയാളികൾ എല്ലാവരും കണ്ണു തുറക്കാൻ തയ്യാറാവണം. ഇതുപോലെ ഒരു പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് കേരളത്തെ തകർത്തെറിഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഒന്നാം പ്രതി. ഒപ്പം നേരത്തെ ഭരിച്ചുള്ള UDFും ഇക്കാര്യത്തിൽ തുല്യമായിട്ടുള്ള കുറ്റവാളികളാണ്. സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകാത്തതാണ് കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ആ തരത്തിലേക്ക് ചിന്തിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണം. ശ്രീ സന്ദീപ് വാര്യർ, തീർച്ചയായും താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ വിഷയം തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് കേരളം ചിന്തിക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്, അതിൽ സംശയമില്ല. പക്ഷേ ഒരു വശത്തെ ദൂർത്തും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. കാര്യം പണം എത്തുമ്പോൾ, കടം മേടിച്ചായാലും പണം എത്തുമ്പോൾ അത് ദൂർത്തടിച്ച് തീർക്കാൻ മത്സരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അത്തരമൊരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വരവ് കൂടുതലാണ് എന്ന് പറയുമ്പോഴും ചെലവിന്റെ അളവ് വളരെയധികം വർദ്ധിക്കുകയാണ്. ഈ ചെലവ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ് പ്രശ്നം. ചെലവ് ചെയ്യുന്നതിനോട് വിരോധമില്ല. ആ ചെലവ് ചെയ്താൽ അതിനുള്ള റിസൾട്ട്, അതിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിഫലം നമ്മുടെ ഖജനാവിന് കിട്ടണം. ഈ ചെലവ് ചെയ്യുന്നത് തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയത്തിന് വേണ്ടി പണം ചെലവാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ഗുണമുണ്ടോ? സംസ്ഥാനത്തിന് നയാ പൈസ ഗുണമില്ല. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് ബിരിയാണി വെച്ച് വിളമ്പിയാൽ കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക ഗുണമുണ്ടോ? ഒരു നയാ പൈസയുടെ ഗുണമില്ല. മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തി ഒരു ലക്ഷറി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മന്ദിരങ്ങളിൽ നിന്ന് മരപ്പട്ടിയെ ഓടിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നതുകൊണ്ട് കേരളത്തിന് ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. കേരളത്തിലെ ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ പുതുക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ ഗോശാല പണിയുമ്പോഴും കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് കേന്ദ്രം ഉദാരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമ്പോഴും ആ പണം എടുത്ത് ധൂർത്തടിച്ചത് കൊണ്ടാണ്. നോക്കൂ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് 53,000 കോടി രൂപ ലഭിച്ച മറ്റൊരു സർക്കാരും ഇന്ത്യ മഹാരാജ്യത്തില്ല. ആ 53,000 കോടി രൂപ കൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ നിക്ഷേപിക്കുന്നതിന് പകരം ഇവർ മന്ത്രിമാരുടെ പുതിയ കാറുകൾ വാങ്ങി മന്ദിരങ്ങൾ മോടി പിടിപ്പിച്ചു, ധൂർത്ത് കാണിച്ചു, ധാരാളിത്തം കാണിച്ചു. ഇതിനെല്ലാം പുറമെ അഴിമതിയും കാണിച്ചു. ഇതുകൊണ്ടാണ് കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുള്ളത്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിയൊരു ദുരന്ത മുഖം എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോഴും അവരുടെ ശമ്പളം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇപ്പൊ ശമ്പളം ലഭിക്കുന്നത്. ആ ശമ്പളം തന്നെ 50,000 രൂപയിൽ കൂടുതൽ പിൻവലിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയെങ്കിലും സംസ്ഥാനത്തെ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ഓവർ ഡ്രാഫ്റ്റ് പോകുന്നതിൽ നിന്ന് തടയാൻ സാധിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടത് കൊണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം പോലും തടഞ്ഞു വെച്ചു. കഴിഞ്ഞ 4 വർഷക്കാലമായി DA അരിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ CPMന്റെ ഈ സഖാക്കന്മാരൊക്കെ അല്ലെങ്കിൽ NGO സഖാക്കന്മാരൊക്കെ കേന്ദ്ര വിരുദ്ധ സമരം നടത്തുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമല്ലേ അവർ നടത്തുന്നത്?
അവർക്ക് തന്നെ കിട്ടേണ്ട DA അരിയേഴ്സ് പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ ഇതിന്റെ ഒരു വലിയ സാമൂഹിക ദുരന്തം കൂടി നമ്മൾ പരിഗണിക്കണം. ലക്ഷക്കണക്കിന് വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ ഏതൊക്കെ മേഖലകളിൽ ബാധിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പാൽ കച്ചവടക്കാരൻ, ഇവിടെ പത്രവിതരണക്കാരൻ, പലചരക്ക് കച്ചവടക്കാരൻ, മലക്കറി കച്ചവടക്കാരൻ, ഇവനൊക്കെ ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ 1-ാം തീയതി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വീതം കിട്ടേണ്ടവനാണ്. അവന്റെയൊക്കെ കുടുംബം പോറ്റുന്നത് ഈ പണം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്, ഈ പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാർ ജീവനക്കാരെടുത്ത വായ്പകൾ, ആ വായ്പകളുടെ തിരിച്ചടവ് ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കുകയാണ്. വീണ്ടും വായ്പ കിട്ടാനുള്ള സാധ്യതയെ അത് ബാധിക്കുകയാണ്. അങ്ങനെ വലിയൊരു സാമൂഹിക ദുരന്തമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇത് സമാനതകളില്ലാത്തതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയും ഒരു സംസ്ഥാന സർക്കാരും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ ഇതുപോലെ വീഴ്ച വരുത്തിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് ഏതായാലും കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 13,600 കോടി രൂപ കൂടി കടമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ സംസ്ഥാന ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 15,000 കോടി കൂടി ഇനി എടുക്കാൻ അനുവദിക്കണമെന്നാണ്. ഏതായാലും ഏറ്റവും പുതിയ വാർത്തയാണത്. നോക്കൂ, കേന്ദ്ര സർക്കാർ എല്ലായ്പ്പോഴും കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ 53,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയിട്ട് കൊടുത്തപ്പോ BJPക്ക് ഒരു MLA പോലും ഇല്ലാത്ത, MP പോലും ഇല്ലാത്ത സ്ഥലമാണ് എന്നൊരു ചിന്ത കേന്ദ്രത്തിന് ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ അതുപോലെ തന്നെ 15ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിന് വലിയ ഗുണം അക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. ഈ 2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ GST വിഹിതം തന്നെ 10,000 കോടി രൂപ കേരളത്തിന്റെ പൊതു ഖജനാവിലേക്ക് തന്നെയല്ലേ തിരിച്ചു വരുന്നത്. കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 22,000 കോടി രൂപ NH 66 ഡെവലപ്മെന്റിൽ മാത്രം കൊടുത്തപ്പോ അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിലല്ലേ 22,000 കോടി രൂപ എത്തിയത്. ആ 22,000 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ കേരളത്തിന്റെ എക്കണോമിക് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾക്കാണല്ലോ ഗുണകരമായി വന്നിട്ടുള്ളത്. അപ്പൊ കേന്ദ്രം എല്ലായ്പ്പോഴും കേരളത്തെ സഹായിച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പണം കടം വാങ്ങിയും നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കണം എന്ന ചിന്തയുള്ള കേരളത്തിന്റെ ഗവൺമെന്റ്, കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ്, കേരളത്തിലെ ധനകാര്യ മന്ത്രിമാർ നടത്തിയിട്ടുള്ള മണ്ടത്തരങ്ങളാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള അടിസ്ഥാനപരമായ കാരണം. ഇത് കേവലം രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഏത് ധനകാര്യ വിദഗ്ധരെ വിളിച്ച് ഇക്കാര്യത്തിൽ അഭിപ്രായം തേടിക്കൊള്ളൂ. കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ സമയം പ്രതികരിച്ചതിന്.